നടൻ ബാലചന്ദ്ര മേനോനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ബാലചന്ദ്ര മേനോന് കോടതി മുൻകൂർ ജാമ്യം നൽകിയ വാർത്ത നമ്മൾ തൊട്ടു മുമ്പ് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ നാവിൽ നിന്ന് വന്നത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും അന്തസ്സിന് അർഹതയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ബാലചന്ദ്ര മേനോന് ജാമ്യം നൽകിയത് എന്നുള്ള കാര്യമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു വാർത്ത കൂടി സൂചിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാർക്കെതിരായ വ്യക്തിവൈരാഗ്യം തീർക്കാൻ സ്ത്രീകൾ ഭാരതീയ ന്യായ സംഹിതയിലെ 86-ാം വകുപ്പ് ദുരുപയോഗം ചെയ്യരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെയും ഭർതൃബന്ധുക്കളുടെയും പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 86-ാം വകുപ്പ്. പക്ഷേ ആ വകുപ്പിനെ ഭർത്താക്കന്മാർക്കെതിരായിട്ടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്ക് ചുരുങ്ങിയത് 3 വർഷം തടവും പിഴയും ആണ് ലഭിക്കുക. ജസ്റ്റിസുമാരായിട്ടുള്ള BV നാഗരത്ന, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഈ ഉത്തരവ്. ഭാര്യയും ഭാര്യയുടെ കുടുംബവും നിരന്തരമായിട്ട് ദ്രോഹിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ബംഗളൂരുവിൽ ടെക്കി യുവാവ് ആത്മഹത്യ ചെയ്തതിൻ്റെ തരംഗങ്ങൾ അലയടിക്കുന്നതിനിടയിലാണ് തെലങ്കാനയിൽ നിന്നുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീം കോടതി ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഭർത്താക്കന്മാർക്കെതിരായിട്ടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ സ്ത്രീകൾ ഭാരതീയ ന്യായ സംഹിതയിലെ 86-ാം വകുപ്പ് ദുരുപയോഗം ചെയ്യരുത് എന്നത്. അങ്ങനെ ഭാരതീയ ന്യായ സംഹിതയിലെ 86-ാം വകുപ്പ് നോട്ട് ചെയ്ത് വെക്കുക. അത് സ്ത്രീകൾ നോട്ട് ചെയ്ത് വെക്കുക, പുരുഷന്മാർ നോട്ട് ചെയ്ത് വെക്കുക, വിവാഹിതർ നോട്ട് ചെയ്ത് വെക്കുക, വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് തൃശങ്കുവിൽ നിൽക്കുന്നവരും നോട്ട് ചെയ്ത് വെക്കുക.